ഓക്കെ, ഇനി അടുത്തത് കോംപ്ലിക്കേഷൻ ആണ്. കോംപ്ലിക്കേഷൻ മെറ്റേണൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാം. ഓക്കെ, മെറ്റേണൽ കോംപ്ലിക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്കിനും ഈ ആന്റിപാർട്ടം ഹെമറേജ് കൂടുതലായിട്ട് അമ്മയ്ക്ക് ഷോക്ക് ഉണ്ടാവാം, പ്രീടേം ലേബറിന് കാരണമാവാം, അല്ലെങ്കിൽ സിസേറിയൻ സെക്ഷനുള്ള ചാൻസ് കൂടാം, പോസ്റ്റ്പാർട്ടം ഹെമറേജ് ഉണ്ടാവാം, പിന്നെ അഡഹറന്റ് ആയിട്ടുള്ള പ്ലാസെന്റാസ് ഉണ്ടാവാം, എന്ന് വെച്ചാൽ പ്ലാസെന്റ അക്രീറ്റ, എൻക്രീറ്റ, പെർക്രീറ്റ. ഓക്കെ, പിന്നെ പെരിനേറ്റൽ ആയിട്ട് കുട്ടിക്ക് പ്രിമച്യൂരിറ്റി ഉണ്ടാവാം, കുട്ടിക്ക് ഹൈപ്പോക്സിയ അടിക്കാം. ഞാൻ കുറച്ചുകൂടെ കോംപ്ലിക്കേഷൻസ് കഴിഞ്ഞിട്ട് പറയാവേ. ഇപ്പൊ ഇത്രയും പറഞ്ഞാൽ മതി. മെറ്റേണലി ഷോക്ക് ഉണ്ടാവാം, പ്രീടേം ലേബർ ആവാം, അല്ലെങ്കിൽ സിസേറിയൻ സെക്ഷൻ പോവാം, PPH ഉണ്ടാവാം, അല്ലെങ്കിൽ അഡഹറന്റ് പ്ലാസെന്റാസ് ആവാം. കുട്ടിക്ക് എന്ന് പറയുമ്പോൾ പ്രിമച്യൂർ ബർത്ത് ഉണ്ടാവാം, പിന്നെ ഹൈപ്പോക്സിയ ഒക്കെ അടിക്കാം. നെക്സ്റ്റ് പേജ് എടുക്കോ. ഇനി നമുക്ക് മാനേജ്മെന്റിലോട്ട് പോകാം. മാനേജ്മെന്റ് എന്ന് പറയുമ്പോഴത്തേക്കിനും ആദ്യം തന്നെ ഇനീഷ്യൽ സ്റ്റെപ്പ് ഓഫ് മാനേജ്മെന്റ്, ഏത് PPH APH ആയിട്ട് വന്നാലും ഒരു ഇനീഷ്യൽ സെറ്റ് ഓഫ് മാനേജ്മെന്റ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് പോയാൽ മതി. അപ്പം ആദ്യം ഇത്രയും ബ്ലഡ് ലോസ് ഉണ്ടായിരുന്നു, അപ്പോൾ പ്രോപ്പർ ഹിസ്റ്ററി എടുക്കണം, ക്ലിനിക്കൽ എക്സാമിനേഷൻ ഒക്കെ ചെയ്യണം, നമ്മുടെ സയൻസ് ആൻഡ് സിംറ്റംസ് ഒക്കെ നോക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത്രയും ഫ്ലൂയിഡ് ലോസ് ഉണ്ടായതാണ്, അപ്പം IV ലൈൻസ് മിനിമം 2 IV ലൈൻസ് ഇട്ടിട്ട് എന്തെങ്കിലും ക്രിസ്റ്റലോയിഡ്സ് ലൈക്ക് സലൈനോ കൊളോയിഡ്സോ അങ്ങനെ എന്തെങ്കിലും നോർമൽ സലൈൻ കൊളോയിഡ്സ് എന്തെങ്കിലും എന്താ പറയാ നമുക്ക് ഇൻഫ്യൂഷൻ കൊടുക്കണം. ഓക്കെ, പിന്നുള്ളത് എന്താണ്, ബ്ലഡ് ടെസ്റ്റിന് വേണ്ടി എടുക്കാം, ലൈക്ക് ഹീമോഗ്ലോബിൻ PCV ഗ്രൂപ്പിംഗ്, ക്രോസ് മാച്ചിങ്, കോയാഗുലേഷൻ പ്രൊഫൈലൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ബ്ലഡ് എടുക്കണം. പിന്നെ ബ്ലഡ് ഇപ്പം ഫ്ലൂയിഡ് ലൈക്ക് ബ്ലഡ് ലോസ് അത്രയും ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യേണ്ടി വരും. ഓക്കെ, അത് അത്രയും നെസസറി ആണെങ്കിൽ ആസ് സൂൺ ആസ് പോസിബിൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം. പിന്നെ ബ്ലാഡർ കത്തീറ്ററൈസേഷനും അവരിൽ യൂറിൻ ഔട്ട്പുട്ടും നോക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ സിവിയർ ബ്ലീഡിങ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത് അറിയാൻ വേണ്ടിയിട്ടാണ് അവരിൽ യൂറിൻ ഔട്ട്പുട്ട് ഉണ്ടോ എന്ന് നോക്കാം, ഹൈപ്പോളിമ ഉണ്ടോ നോക്കാം. പിന്നെ ചെയ്ത് നോക്കാം, പ്ലാസെന്റയുടെ ലൊക്കേഷൻ അറിയാൻ വേണ്ടിയിട്ട്. പിന്നെ ഫീറ്റസിന്റെ കണ്ടീഷൻ എങ്ങനെയാണെന്നുള്ളതും കൂടെ അറിയാൻ വേണ്ടിയിട്ട് പ്ലാസെന്റയുടെ ലൊക്കേഷൻ അറിയാനായിട്ടും അൾട്രാസൗണ്ട് ചെയ്ത് നോക്കാം. അപ്പം ഇത് ഇത്രയും ഇനീഷ്യൽ സെറ്റ് ഓഫ് മാനേജ്മെന്റ് ആണ്. എന്താണ്, IV ലൈൻസ് ഇടുക, ബ്ലഡ് എടുക്കുക, ടെസ്റ്റിന് കൊടുക്കുക, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ, ബ്ലാഡർ കത്തീറ്ററൈസേഷനും അവരിൽ യൂറിൻ ഔട്ട്പുട്ട് നോക്കുക, പിന്നെ അൾട്രാസൗണ്ട് ചെയ്യുക. പിന്നെ വെജൈനൽ എക്സാമിനേഷൻ, സ്പെക്കുലർ എക്സാമിനേഷൻ ഒക്കെ ചെയ്യുന്ന കാര്യം ആലോചിക്കേ വേണ്ട. ഓക്കെ, നെക്സ്റ്റ്. ഇനി അടുത്തത് എക്സ്പെക്ടന്റ് ലൈൻ ഓഫ് മാനേജ്മെന്റ്. നമുക്ക് ഈ ഒരു പ്ലാസെന്റ പ്രീവി ആണെന്ന് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എന്താ പറയാ, മെയിൻലി ലൈക്ക് ടേം എത്തിയില്ല എങ്കിൽ, അവര് സ്റ്റേബിൾ ആണെങ്കിൽ നമുക്ക് അവർക്ക് ഒരു എക്സ്പെക്ടഡ് ലൈൻ ഓഫ് മാനേജ്മെന്റ് പറയാം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് വേണ്ട കാര്യങ്ങൾ ഒരു ബ്ലഡ് ഫോർ ട്രാൻസ്ഫ്യൂഷൻ, പിന്നെ ഫെസിലിറ്റീസ് ഓഫ് സിസേറിയൻ സെക്ഷൻ, 24 hours സിസേറിയൻ സെക്ഷനുള്ള ഫെസിലിറ്റി ഉണ്ടാവണം. പിന്നെ സ്യൂട്ടബിൾ ആയിട്ടുള്ള കേസസ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മദറും ഫീറ്റസും ഗുഡ് കണ്ടീഷനിലാണ്, ഹീമോഡൈനാമിക്കലി സ്റ്റേബിൾ ആണ് രണ്ടുപേരും. പിന്നെ ഗസ്റ്റേഷണൽ ഏജ് 36 വീക്കിന് മുമ്പായിട്ടുള്ള ഒരാളാണെങ്കിൽ, 36 വീക്സ് കഴിഞ്ഞിട്ടുള്ളവരാണെങ്കിൽ നമുക്ക് സിസേറിയൻ ചെയ്ത് അല്ലെങ്കിൽ ഡെലിവറി എന്താണെന്ന് വെച്ചാൽ നമുക്ക് അങ്ങോട്ട് പോവാം. പക്ഷെ അതിന് മുമ്പായിട്ടാണെങ്കിൽ നമുക്ക് 36 വീക്സ് ഗസ്റ്റേഷൻ ആണ്. പിന്നെ പേഷ്യന്റ് ലേബറിലല്ല. അപ്പൊ ഈ ഒരു കണ്ടീഷനിലൊക്കെ ഉള്ള ഒരു പേഷ്യന്റ് ആണ്, പ്ലാസെന്റ പ്രീവി ഉള്ള ഒരു പേഷ്യന്റ് ആണെങ്കിൽ നമുക്ക് അവർക്ക് ഒരു എക്സ്പെക്ടഡ് ലൈൻ ഓഫ് മാനേജ്മെന്റ് എന്ന് വെച്ചാൽ നമുക്ക് വി ക്യാൻ വെയിറ്റ് ആൻഡ് സീ അങ്ങനത്തെ. അപ്പം എപ്പോഴാണ് ടെർമിനേറ്റ് ചെയ്യേണ്ടത്? ലൈക്ക് ഈ എക്സ്പെക്ടഡ് ലൈൻ ഓഫ് മാനേജ്മെന്റ് എപ്പോഴാണ് ടെർമിനേറ്റ് ചെയ്യേണ്ടത്? പേഷ്യന്റ് 36 to 37 വീക്സ് ഓഫ് ഗസ്റ്റേഷൻ ആണ്, പേഷ്യന്റ് ആക്റ്റീവ് ലേബറിലാണ്, അല്ലെങ്കിൽ ഫീറ്റസ് ഡെഡായി, പ്രൊഫ്യൂസ് ബ്ലീഡിംഗ് ഉണ്ട്, മദറോ ഫീറ്റസോ ആരെങ്കിലും എന്തെങ്കിലും ലൈക്ക് ഡേഞ്ചറിലാണ് എങ്കിൽ നമുക്ക് ഈ ലൈൻ ഓഫ് മാനേജ്മെന്റ്, എക്സ്പെക്ടഡ് ലൈൻ ഓഫ് മാനേജ്മെന്റ് ടെർമിനേറ്റ് ചെയ്തിട്ട് അടുത്ത ലൈൻ ഓഫ് മാനേജ്മെന്റിലോട്ട് പോവാം. ഓക്കെ, അപ്പം ഇത് എന്തൊക്കെയാണ്, ലൈക്ക് എന്തൊക്കെ വേണം? ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ അത്യാവശ്യമായിട്ടുള്ള സംഭവം വേണം, ഫെസിലിറ്റീസ് വേണം, 24 hours സിസേറിയൻ സെക്ഷൻ ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ടാവണം, മദറും ഫീറ്റസും നല്ല കണ്ടീഷനിലായിരിക്കണം, ഹീമോഡൈനാമിക്കലി സ്റ്റേബിൾ ആയിരിക്കണം, ഗസ്റ്റേഷൻ ഏജ് 36 വീക്കിന് കുറവായിരിക്കണം, പേഷ്യന്റ് ലേബറിലായിരിക്കാൻ പാടില്ല. പിന്നെ എപ്പം ടെർമിനേറ്റ് ചെയ്യണം? പേഷ്യന്റ് 36 വീക്സ് 37 ഗസ്റ്റേഷൻ ഏജ് ആണ്, ആക്റ്റീവ് ഓൺസെറ്റ് ലേബർ ഉണ്ട്, ഫീറ്റസ് ഡെഡ് ഉണ്ട്, അല്ലെങ്കിൽ പ്രൊഫ്യൂസ് ബ്ലീഡിംഗ്, കുട്ടിക്കോ അമ്മയ്ക്കോ എന്തെങ്കിലും ഡിസ്ട്രെസ് ഉണ്ടെങ്കിൽ. അല്ല, നെക്സ്റ്റ് എടുക്കോ. ഓക്കെ, എങ്ങനെയാണ് ഈ എക്സ്പെക്ടഡ് ലൈൻ ഓഫ് മാനേജ്മെന്റ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്? ഫസ്റ്റ് വൺ, ലൈക്ക് നല്ല കൗൺസിലിംഗ് കൊടുക്കണം, ഈ പേഷ്യന്റിനെ റിയഷ്വർ ചെയ്യണം.
ബെഡ് റെസ്റ്റ് വേണം, കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് ആയിരിക്കണം അഡ്വക്കേറ്റ് ചെയ്യേണ്ടത്. എന്ന് വെച്ചാൽ ബെഡ് സൈഡ് ടോയ്ലറ്റ് ഫെസിലിറ്റീസ് വരെ രീതിയിലുള്ള കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് വേണം. പിന്നെ ഇൻവെസ്റ്റിഗേഷൻസ് നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ ഇൻവെസ്റ്റിഗേഷൻസ് എല്ലാം ചെയ്യണം. എന്ന് വെച്ചാൽ ഹീമോഗ്ലോബിൻ, ഹെമറ്റോക്രിറ്റ്, PCV ഗ്രൂപ്പിങ്ങും ക്രോസ് മാച്ചിങ്ങും ഒക്കെ നമ്മൾ, കോയാഗുലേഷനും ഒക്കെ നമ്മൾ ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്തിരിക്കണം. പിന്നെ എന്താ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ, പിന്നെ അനീമിയ ഒക്കെ ഉണ്ടോ എന്നുള്ളത് അത് കറക്റ്റ് ചെയ്യാനായിട്ട് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നെസസറി ആണെങ്കിൽ അതും ചെയ്യണം. പിന്നെ എന്താ, കാരണം ഫർദർ ആയിട്ട് ഇനിയും ഹെമറേജ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എല്ലാം റെഡി ആയിരിക്കണം. പിന്നെ പീരിയോഡിക് ആയിട്ടുള്ള ഇൻസ്പെക്ഷൻ ചെയ്യണം. എന്ന് വെച്ചാൽ വജൈനൽ എക്സാമിനേഷൻ ഒരിക്കലും ചെയ്യരുത്. പീരിയോഡിക് ആയിട്ടുള്ള ഇൻസ്പെക്ഷൻ എന്ന് വെച്ചാൽ എത്രമാത്രം ബ്ലഡ് ലോസ് ഉണ്ട് പേഷ്യന്റിന്, അങ്ങനെ. ഓക്കെ. പിന്നെ 2 to 3 വീക്സ് ബ്രേക്കിൽ അൾട്രാസൗണ്ട് ഒക്കെ ചെയ്ത് ഫീറ്റസിന്റെ കണ്ടീഷൻ ഒക്കെ സർവൈലൻസ് അങ്ങനെയൊക്കെ ചെയ്യണം. അതാണ് പീരിയോഡിക് ഇൻസ്പെക്ഷൻ. സപ്ലിമെന്റ്സ് കൊടുക്കാം. എന്താ അയൺ, വൈറ്റമിൻസ്, കാൽഷ്യം ഒക്കെ നമുക്ക് കണ്ടിന്യൂഡ് സപ്ലിമെന്റേഷൻ ചെയ്യണം. പിന്നെ നമ്മൾ ആന്റി ഡി, RH നെഗറ്റീവ് ആയിട്ടുള്ള മദറാണെങ്കിൽ ആന്റി ഡി കൊടുക്കാം. പിന്നെ ആന്റിനേറ്റൽ സ്റ്റിറോയിഡ്സ്, ഇത് നമുക്ക് മിക്കവാറും എന്താ പറയാ 24 to 35 വീക്സ് ഓഫ് ഗെസ്റ്റേഷനിലുള്ള അമ്മമാരാണെങ്കിൽ, 25 to 35 വീക്സ് ഓഫ് ഗെസ്റ്റേഷനിലാണെങ്കിൽ നമുക്ക് ആന്റിനേറ്റൽ സ്റ്റിറോയിഡ്സ് കൊടുക്കണം. അപ്പം മിക്കവാറും നമ്മൾ കൊടുക്കുന്നത് 2 ഡോസ് ഓഫ് ബെറ്റാമെത്തസോൺ ആണ്. 2 ഡോസ് ഓഫ് ബെറ്റാമെത്തസോൺ ആണ്. 12 milligram 24 hours അപ്പാർട്ട് ആയിട്ട് നമ്മൾ കൊടുക്കും. ഓക്കെ. ഇത് നമ്മൾ കൊടുക്കുന്നത് ലങ് മെച്യൂരിറ്റിക്ക് വേണ്ടിയിട്ടാണ്. 24 to 35 വീക്സ് ഓഫ് ഗെസ്റ്റേഷനിൽ ഇരിക്കുന്ന വിമൻസിനാണ് കൊടുക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് പേജ് പ്ലീസ്. ഓക്കെ, ഇനി നമ്മൾ ഡെഫിനിറ്റീവ് മാനേജ്മെന്റിലോട്ട് പോവാണ്. നമുക്ക് എക്സ്പെക്റ്റഡ് മാനേജ്മെന്റ് ടെർമിനേറ്റ് ചെയ്യാനുള്ള ടൈമായി. അപ്പം എപ്പോഴാണ് ഈ ഡെഫിനിറ്റീവ് മാനേജ്മെന്റിലോട്ട് നമ്മൾ പോകുന്നത് എന്ന് വെച്ചാൽ, ഡെഫിനിറ്റീവ് മാനേജ്മെന്റ് എന്ന് വെച്ചാൽ ഡെലിവറി. ഓക്കെ. അപ്പം ഇൻഡിക്കേഷൻ ഫോർ ഡെലിവറി എന്ന് പറയുന്നത് നമ്മൾ മുമ്പേ പറഞ്ഞതാണ്. ബ്ലീഡിംഗ് ഉണ്ട് അറ്റ് ഓർ ആഫ്റ്റർ 37 വീക്സ് ഓഫ് പ്രഗ്നൻസി. പേഷ്യന്റ് ഈസ് ഇൻ ലേബർ, പേഷ്യന്റ് ഈസ് അറ്റ് ഡിസ്ട്രെസ്, ബ്ലീഡിംഗ് കണ്ടിന്യൂ ചെയ്യാണ്, ബേബി ഡിസ്ട്രെസ്സിലാണ്, അല്ലെങ്കിൽ ഫീറ്റസ് ഡെഡ് ആയി എന്നുള്ള കണ്ടീഷൻസിലാണ് നമ്മൾ ഈ എക്സ്പെക്റ്റഡ് മാനേജ്മെന്റിലോട്ട്, ഡെഫിനിറ്റീവ് ആയിട്ടുള്ള മാനേജ്മെന്റിലോട്ട് പോകുന്നത്. അപ്പം രണ്ട് മാനേജ്മെന്റേ ഉള്ളൂ നമുക്ക് അതിനകത്ത് ചെയ്യാൻ പറ്റുന്നത്. ഒന്ന് സിസേറിയൻ സെക്ഷൻ ചെയ്യുക, അല്ലെങ്കിൽ വജൈനൽ ഡെലിവറിയിലോട്ട് പോകും. സിസേറിയൻ സെക്ഷൻ ചെയ്യുന്ന പേഷ്യൻസ് എന്ന് പറയുന്നത് സോണോഗ്രാഫിക് ആയിട്ട് നമുക്ക് പ്ലാസന്റ എഡ്ജ് വിത്തിൻ 2 സെന്റിമീറ്റർ, ഇന്റേണൽ ലോസിന്റെ വിത്തിൻ 2 സെന്റിമീറ്ററിന്റെ എവിടെ തന്നെ കടുപ്പുണ്ട് എന്ന് കൺഫേംഡ് ആയിട്ടുള്ള കേസസ് ആണെങ്കിൽ, അല്ലെങ്കിൽ പോസ്റ്റീരിയർ പ്ലാസന്റ നമ്മൾ മുമ്പേ പറഞ്ഞു, അല്ലെങ്കിൽ ലോ ലൈൻ പ്ലാസന്റ, അപ്പം ഈ ഒരു കണ്ടീഷൻസ് ആണെങ്കിൽ നമ്മൾ എന്തായാലും സിസേറിയൻ സെക്ഷൻ ചെയ്യണം. അല്ലെങ്കിൽ എന്താ പ്ലാസന്റൽ എഡ്ജ് 2 to 3 സെന്റിമീറ്റർ എവേ ആണ്, ഇന്റേണൽ ലോസിന്റെ എവേ ആണെങ്കിൽ വി ക്യാൻ ഗോ ഫോർ എ വജൈനൽ ഡെലിവറി. ഓക്കെ ഓക്കെ, ഇത് ഇത്രയുമാണ് ഡെഫിനിറ്റീവ് ആയിട്ടുള്ള മാനേജ്മെന്റ് എന്ന് പറയുന്ന പ്ലാസന്റ പ്രീവിക്ക്. നെക്സ്റ്റ് സ്ലൈഡ് ഉണ്ടോ? എല്ലാം തോന്നുന്നു. ഓക്കെ, ഞാൻ ഇനി ഒന്ന് ഷെയർ ചെയ്യാൻ നോക്കട്ടെ. എടാ ഇതൊന്ന് സ്റ്റോപ്പ് ചെയ്യോ? എന്റെ പേര് അജു. ഹലോ. ചളി. സോറി. അല്ല, അത് ആരുടെ ആയിരുന്നു? ഞാൻ എന്താ ഓക്കെ ഓക്കെ സാധനയുടെ ഓക്കെ, ഇത് കാണാവോ? അപ്പം എക്സ്പെക്റ്റഡ് നമ്മൾ APHന്റെ പേഷ്യന്റ് വന്നു, നമ്മൾ ജനറൽ എക്സാമിനേഷൻ, അബ്ഡോമിനൽ എക്സാമിനേഷൻ ഒക്കെ ചെയ്തു, ബ്ലഡ് ലോസ് ഒക്കെ ഉള്ളത് അസസ് ചെയ്തു, ഹീമോഗ്ലോബിൻ, ABO, RH ഗ്രൂപ്പിംഗ് എല്ലാം നമ്മൾ നോക്കി, പിന്നെ IV ഒക്കെ കൊടുത്തു, ട്രാൻസ്ഫ്യൂഷൻ ചെയ്യണമെങ്കിൽ അതും ചെയ്തു, പിന്നെ അൾട്രാസൗണ്ട് വഴി നമ്മൾ USG ചെയ്ത് പ്ലാസന്റയുടെ പൊസിഷൻ ലോക്കലൈസ് ചെയ്തു. രണ്ടായിട്ട് നമുക്ക് പേഷ്യന്റിനെ ഇതാക്കാം. ഒന്നെങ്കിൽ എക്സ്പെക്റ്റഡ് ലൈൻ ഓഫ് മാനേജ്മെന്റിലോട്ട് പോവാം, അല്ലെങ്കിൽ ആക്റ്റീവ് ആയിട്ട് നമുക്ക് ഡെലിവറിക്ക് പോകേണ്ട പേഷ്യന്റ് ആണെങ്കിൽ അങ്ങനെയും ചെയ്യും. എക്സ്പെക്റ്റഡ് ലൈൻ ഓഫ് മാനേജ്മെന്റ് പോകുമ്പോഴത്തേക്കിനും എന്താ പറയാ, നോ ആക്റ്റീവ് ബ്ലീഡിങ്,
അല്ലെങ്കിൽ pregnancy less than 37 weeks ആണ്, പേഷ്യന്റ് ഹീമോഡൈനാമിക്കലി സ്റ്റേബിൾ ആണ്, അങ്ങനെയുള്ള ഒരു കണ്ടീഷൻ ആകുമ്പോൾ നമുക്ക് എക്സ്പെക്ടഡ് മാനേജ്മെന്റിലോട്ട് പോവാം. ആക്റ്റീവ് ഓക്കെ അതൊന്ന് നിൽക്കട്ടെ. അപ്പം 37 വീക്സ് എത്തി, എക്സ്പെക്ടഡ് മാനേജ്മെന്റ് കഴിഞ്ഞ് 37 വീക്സ് എത്തി, അൾട്രാസൗണ്ട് ചെയ്ത് നോക്കുന്നു. അൾട്രാസൗണ്ട് ചെയ്ത് നോക്കുമ്പോൾ പ്ലാസന്റെ 2 to 3 സെന്റിമീറ്റർ എവേ ആണ്, ഇന്റേണൽ ഓസിൽ നിന്നും എവേ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ പറയാ വജൈനൽ ഡെലിവറിയിലോട്ട് പോവാൻ കൂടുതൽ ചാൻസ് ഉണ്ട്. പക്ഷേ എന്താ പറയാ ഇപ്പം ബ്ലീഡിങ് കണ്ടിന്യൂ ചെയ്യുകയും അതേപോലെ തന്നെ ലേബർ ഇനിഷ്യേറ്റ് ചെയ്യാത്ത ഒരു പേഷ്യന്റ് ആണെങ്കിൽ നമുക്ക് സിസേറിയൻ സെക്ഷൻ ചെയ്യേണ്ടി വരും ഈ ഒരു കേസിൽ. പിന്നെ പ്ലാസന്റയിൽ തന്നെ ലോ ലൈൻ പ്ലാസന്റ ആണെങ്കിലും അത് നമുക്ക് സിസേറിയൻ സെക്ഷൻ ചെയ്യേണ്ടി വരും. പിന്നെ പ്ലാസന്റ വിത്തിൻ 2 സെന്റിമീറ്റർ ആണെങ്കിൽ നമുക്ക് എന്തായാലും സിസേറിയൻ സെക്ഷൻ ചെയ്യണം. ഓക്കെ, അത് ഇത്രയാണ്. പിന്നെ കൂടുതലായിട്ട് വേണമെങ്കിൽ മാൽ പ്രസന്റേഷൻ പറയാം. പ്രീമച്വർ ലേബർ നമ്മൾ പറഞ്ഞു. പിന്നെ ഇത്രയും കോംപ്ലിക്കേഷൻസ് ഉണ്ട്. ഓക്കെ, ഏർലി റപ്ചർ ഓഫ് മെംബ്രെയിൻ, കോട്ട് പ്രൊലാപ്സ്, ഇൻട്രാപാർട്ടം ഹെമറേജ്. ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ, പോസ്റ്റ്പാർട്ടം ഹെമറേജ്, അങ്ങനെ റീറ്റെയിൻഡ് പ്ലാസന്റ, അങ്ങനെ കുറെ കോംപ്ലിക്കേഷൻസ് മെയിനെങ്കിൽ എക്സ്ട്രാ ആയിട്ട് പറഞ്ഞുള്ളൂ. പിന്നെ ഫീറ്റൽ കോംപ്ലിക്കേഷൻസ് എന്ന് പറയുമ്പോൾ ലോ ബർത്ത് വെയിറ്റ് ആവാം, ഫീറ്റൽ ഗ്രോത്ത് റെസ്ട്രിക്ഷൻസ് വരാം, അസ്ഫിക്സിയ, ഇൻട്രാ യൂട്രൈൻ ഡെത്ത്, ബർത്ത് ഇഞ്ചുറീസ്, കൺജനൈറ്റൽ മാൽഫോർമേഷൻസും ഫീറ്റൽ മോർബിഡിറ്റി മോർട്ടാലിറ്റി ഒക്കെ ഉണ്ടാവാം. അതായത് ഇത്രയും കോംപ്ലിക്കേഷൻസ് എക്സ്ട്രാ ആയിട്ട് പറഞ്ഞേ ഉള്ളൂ. പിന്നെന്താ, ഭയങ്കര ഡിക്രീസ് നേപ്പി കഴിഞ്ഞതാ. ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? ആര് ലീവ് ആവല്ലേ, കഷ്ടമുണ്ട്. ലീവ് ആയി തുടങ്ങി. ഓക്കെ, ഐഷ് നിഷാന റേഞ്ച് ഉണ്ടാവോ? നമ്മളെ ഡയഗ്നോസിന്റെ ചോയ്സ് എന്താ? ചോയ്സ് ഓഫ് ഡയഗ്നോസിസ് എന്താ? ഹലോ, പോയോ? അൽഫി, എന്ത് അൾട്രാസൗണ്ട്? ട്രാൻസ്വജൈനൽ അൾട്രാസൗണ്ട് ആ സ്ഥലങ്ങളൊക്കെയാണല്ലോ. ഓക്കെ, നമ്മള് എപ്പോഴൊക്കെയാണ് എക്സ്പെക്ടഡ് മാനേജ്മെന്റ് ടെർമിനേറ്റ് ചെയ്യേണ്ടത്? വേറെ ആരെങ്കിലും പറഞ്ഞു? പേഷ്യന്റ് ഭയങ്കര ഡിസ്ട്രെസ് ആയിരിക്കും, ഡെഡ് ആവുക, പിന്നെ മോർ ദാൻ 37 പിന്നെ ബ്ലീഡിംഗ് ആണെങ്കിൽ, ലേബറിലാണെങ്കിൽ. ഓക്കെ ഓക്കെ, പിന്നെ കറന്റ് ക്ലാസിഫിക്കേഷൻ എന്ത് ബേസ് ചെയ്തിട്ടാ? ഡിസ്റ്റൻസ് ഫ്രം ദ ഇന്റർണൽ ഓസ്. ഓക്കെ, പിന്നെ ഈ സ്റ്റാൽവർത്തി സൈൻ എന്താണ്? നമ്മുടെ കൊച്ചിന്റെ തലയെ പിടിച്ച് നോക്കുമ്പോ ഹാർട്ട് റേറ്റ് കുറയും. എന്നിട്ട് പിന്നെ റിലീസ് ആക്കുമ്പോ അത് മിക്കവാറും പോസ്റ്റീരിയർ പ്ലാസന്റ എന്ന് പറയുമ്പോൾ പ്ലാസന്റ അവിടെ ഉണ്ടെങ്കിൽ അതിനെ കംപ്രസ് ചെയ്യുമല്ലോ, അങ്ങനെയാണ് ഹാർട്ട് റേറ്റ് കുറയുന്നത്, ചുമ്മാ ഒന്നുമല്ല. കഷ്ടം. എന്നിട്ട് ഇതിന്റെ മെയിൻ ക്ലിനിക്കൽ ഫീച്ചർ എന്താ? പെയിൻലെസ് അബ്ഡോമിനൽ വജൈനൽ ബ്ലീഡിംഗ്. ഗ്രേറ്റ്, യെസ്. ഓക്കെ, ഓക്കെ, നമ്മള് ഇത് ചെയ്യുന്ന എപ്പോഴാ? സിസേറിയൻ സെക്ഷനിലോട്ട് പോകുന്നതിന്റെ കാര്യം എന്താ? 2 സെന്റിമീറ്ററിന്